നാൽപ്പതാമത്തേലും നിങ്ങൾ ഇങ്ങനെയല്ല ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എട്ടിൻ്റെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചില്ലി ലക്ഷ്മി. അപ്പോൾ ഇതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കുടിക്കുക. പിന്നെ ഞാനൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിൻ്റെ നമ്മുടെ നാൽപ്പതാമത്തെ തൈലത്തിനെ കുറിച്ചുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ നിങ്ങളിത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ സ്പെക്സ് കൂടെ വെച്ച് കാരണം കണ്ണ് ചെറിയൊരു പവറിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ നാൽപ്പതാമത്തെ തൈലമുണ്ട്, നാൽപ്പതാമത്തെ കേറി തൈലമുണ്ട്. നാൽപ്പതാമത്തെ കേറി തൈലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ്. നാൽപ്പതാമത്തെ തൈലം എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സിസമി ഓയിലാണ്. നാൽപ്പതാമത്തെ തൈലം എന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാൻ, നമ്മുടെ സ്കിൻ കോംപ്ലക്ഷനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ, സ്കിന്നിൻ്റെ ടാനിങ് ഒക്കെ മാറ്റാൻ വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ നാൽപ്പതാമത്തെ തൈലമാണെങ്കിൽ കേറി തൈലമാണെങ്കിൽ യൂസ് ചെയ്യുന്നത്. നാൽപ്പതാമത്തെ തൈലം കേറി തൈലമുള്ള മെയിൻ ഡിഫറൻസ് വരുന്നതിൻ്റെ ബേസ് ഓയിലാണ്. നാൽപ്പതാമത്തെ കേറി തൈലത്തിൻ്റെ ബേസ് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ, നാൽപ്പതാമത്തെ തൈലത്തിൻ്റെ ബേസ് ഓയിൽ എന്ന് പറയുന്നത് സെസമി ഓയിലുമാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം, നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞ് മാത്രം ഇത് യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സൊക്കെ ഫേസിലും ബോഡിയിലൊക്കെ ലീവ് ഓൺ ചെയ്ത് വെക്കാം. ഓയിലി സ്കിൻ ടൈപ്പും ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് മാത്രം ഫേസിൽ വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ഓയിലി ആവും, ഗ്ലോ ഒക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ മാത്രം ചെയ്യുക. പിന്നെ ഫേസിൽ ആക്നെ, ഓപ്പൺ വൂൺസ് ഒക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്യുകയും ചെയ്യരുത്. കാരണം അത് പിന്നെ അവിടെ ഇരുന്ന് ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ വന്ന് സ്കിന്നിന് പിന്നെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോ നിങ്ങളുള്ളവർ സ്കിപ്പ് ചെയ്യുക. പിന്നെ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് 30 മിനിറ്റ്സ് ഒക്കെ വെക്കാൻ മതി. കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ്, ഞാൻ 30 മിനിറ്റ്സ് ഒക്കെ ലീവ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പം സ്കിൻ ടൈപ്പ് അനുസരിച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാം. പിന്നെ എന്തൊരു സാധനം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യുക. അതായത് കുറച്ചെടുത്ത് കയ്യിലോ നെക്കിൻ്റെ ഈ സൈഡിലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നാൽപ്പതാമത്തെ തൈലത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നാൽപ്പാമര, അതായത് 4 മരങ്ങളുടെ തോല്, പിന്നുള്ളത് ത്രിഫല, പിന്നെ മഞ്ഞൾ, മഞ്ചിഷ്ട, ഇതൊക്കെയാണ് നാൽപ്പതാമത്തെ തൈലത്തിൻ്റെ മെയിൻ കോർ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു യെല്ലോ ടിൻറ്റ് അതിനുണ്ട്. അപ്പോൾ നമ്മളത് ഒത്തിരി അങ്ങ് എടുത്ത് ഫേസിൽ നിന്ന് വാരി പൊത്തേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം എടുത്ത് നമ്മുടെ ഫേസിലും നെക്കിലും ബോഡി ഫുൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബോഡിയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളത് നല്ലൊരു മസാജ് ചെയ്ത് സർക്കുലർ മോഷനിലൊരു മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ചെയ്ത സാധനം നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മളതിന് ചെറിയൊരു മസാജ് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും അത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. നമുക്കത് ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഓവർനൈറ്റ് റിസൾട്ട് ഒന്നും ആരും പ്രതീക്ഷിച്ചിട്ട് ചെയ്യണ്ട. കാരണം കുറേ റീലും മീൻസ് അങ്ങനെ ഹൈപ്പൊക്കെ കൊടുത്തൊരു സാധനമാണ്. പക്ഷേ ഹൈപ്പിനൊട്ട് വെർത്താണ്. പക്ഷേ നമ്മൾ ഓവർനൈറ്റ് മാജിക്, അതായത് ഇന്ന് പുരട്ടിയിട്ട് നാളെ എൻ്റെ ഫേസിലെ ടാൻ മൊത്തം പോകണം അങ്ങനെയൊന്നും വിചാരിച്ച സംഭവം നടക്കുന്ന കാര്യമല്ല അത്. എൻ്റെ കയ്യിലുള്ള നാൽപ്പതാമത്തെ തൈലാണ്. ഞാൻ തന്നെ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമായിരുന്നു. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സൊക്കെ വെക്കുമായിരുന്നു. 30 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുളിച്ച് കഴിയുമ്പം ഫേസിൽ വലിയ എന്താണ് ഒന്നും എനിക്ക് അങ്ങനെ ചെറിയൊരു ഓയിൽ ഫീൽ ചെയ്യും. കാരണം ഇതെന്താണ് ഒരു ഓയിൽ പ്രൊഡക്റ്റ് ആണ്. ഫേസിൽ കുറച്ചൊരു എണ്ണമെഴുക്ക് പോലെ തോന്നും. നമ്മൾ കുളിക്കുമ്പോൾ സോപ്പൊക്കെ ഇട്ട് ഞാൻ കുളിച്ച് ഇറങ്ങി കഴിയുമ്പോൾ ഒന്ന് കുറച്ചൊരു കഴിയുമ്പോൾ ഫേസ് നമുക്ക് ഡാർക്ക് ആവുന്നു. പിറ്റേ ദിവസം കഴിയുമ്പോൾ ഫേസ് ഒരു ഡാർക്ക് ഡള്ള് പോലെ ആവുന്ന പോലെ ഫീൽ ചെയ്ത് എന്ത് സാധനം ഇങ്ങനെ നമ്മൾ ഹൈപ്പ് കേട്ടിങ്ങനെ ചെയ്തിട്ട് എന്ത് ഫേസ് ഇങ്ങനെ ഡള്ളാവുന്നതെന്ന് ഞാൻ ഓർത്തു. എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ 2-3 ദിവസത്തേക്ക് ഉപയോഗിച്ചതില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നേരം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ട് ഞാൻ ഒന്നുകൂടി ഇത് വേറെ രീതി ചെയ്ത്, അതായത് ഞാൻ നാൽപ്പതാമത്തെ തേച്ച് നാൽപ്പതാമത്തെ ഫേസിലിട്ട് ഒരു 20-30 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുക. ഫേസ് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് അബ്സോർബ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ച് അബ്സോർബ് ആയി കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ലീവ് ഓൺ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഫേസ് ഒന്ന് ആവി പിടിക്കുക. അതായത് വേണമെങ്കിൽ ഡയറക്റ്റ് സ്റ്റീം ചെയ്യുക, അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് വെള്ളം ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ആ തുണി വരുന്ന സമയത്ത് ഒരു തുണിയിലോട്ട് ആവി പിടിച്ചിട്ട് അത് ജസ്റ്റ് നിങ്ങളുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരത്തേക്ക് അങ്ങനെ സ്റ്റീം ചെയ്യുക. സ്റ്റീം ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഏത് ഫേസ് പാക്കാണോ യൂസ് ചെയ്യുന്നത്, അതായത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് കടലമാവും പയറുപൊടിയും തൈരോട് ഇട്ട് മിക്സ് ചെയ്ത് തേക്കാം, അല്ലെങ്കിൽ കടലമാവ് മാത്രം ഇട്ട് തേക്കാം ഫേസിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഈ ആവി പിടിച്ചതിന് ശേഷം ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കുളിക്കാൻ പോകുന്ന സമയത്ത് ഇത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ റിസൾട്ട് കിട്ടും. ഞാൻ ആദ്യം നാൽപ്പതാമത്തെ തൈലം മാത്രം യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഈ ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഷോർട്സിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടി ബെനിഫിറ്റ് തോന്നുന്നത് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്യുക. നിങ്ങൾ ഏതാണ് ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് പാക്ക് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം ഫേസ് ഒന്ന് വാഷ് ചെയ്ത്
ചെയ്യുക. അത് ഞാൻ ഒന്നര ദിവസങ്ങളാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കൺസേൺ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ബട്ട് ഞാൻ ഉറപ്പായിട്ട് പിന്നെ നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ 10 to 15 മിനിറ്റ് വരെ 10 മിനിറ്റ് തന്നെ വെച്ചാൽ മതി. കൂടുതൽ ടൈം നിങ്ങൾ വെക്കേണ്ട. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കോമ്പിനേഷൻ നോർമൽ സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഫേസിൽ വെച്ചു. നമ്മളൊരു 2-3 ആഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുക. അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നുണ്ട്. 2-3 ആഴ്ച ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിലെ ടാൻ ഒക്കെ ഒന്ന് മാറുന്ന പോലെ നമുക്ക് തോന്നും. പിന്നെ ഇത് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും കണ്ടിന്യൂസ് യൂസ് ചെയ്തെങ്കിൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റുട്ടീനിൽ തന്നെ നിങ്ങൾ നാൽപ്പാമരാതി തൈലമാണെങ്കിൽ കേരതൈലമാണെങ്കിൽ യൂസ് ചെയ്ത് നോക്കിക്കോ. അതെന്തായാലും റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. പല ബ്രാൻഡിൻ്റെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ കോട്ടക്കലിൽ വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ കോട്ടക്കലിൽ വാങ്ങിച്ചു. കോട്ടക്കലിൻ്റെ ഉണ്ടെങ്കിൽ കോട്ടക്കലിൻ്റെ വാങ്ങിച്ചു. അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് നാൽപ്പാമൃതി തൈലോ കേരതൈലോ വേണമെങ്കിൽ നിങ്ങൾ വേറെ ബ്രാൻഡിൻ്റെ ആണെങ്കിൽ വാങ്ങിച്ചു. ദെൻ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഒക്കെ ഉണ്ട്. പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നല്ല ഉടുപ്പൊന്നും ഇട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. കാരണം എന്ന് പറയുമ്പോൾ ഇതിനൊരു യെല്ലോ ടിൻ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഉടുപ്പിലൊക്കെ ഇത് പിടിക്കും. ഇത് പോകാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കിൻഡലൊന്നും എടുത്ത് ചെയ്യേണ്ട. കുറച്ച് മാത്രം നമ്മൾ എടുത്ത് ഫേസിലായാലും നെക്കിലായാലും ബോഡിയിലൊക്കെ ആയാലും അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇത് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് വാങ്ങിക്കാത്തവരൊക്കെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്യാഷ് പോകത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക. കാരണം ടാൻ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ എനിക്ക് തോന്നിയ വേറൊരു കാര്യം, നമ്മുടെ ഫേസിനൊരു ഗ്ലോ മീൻസ് അത് ഒറ്റ യൂസ് കൊണ്ടൊന്നുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫേസിനൊരു ഗ്ലോ കിട്ടും. ടാൻ മാറും. അതുപോലെ ഫേസിനൊരു ടാൻ മാറുമ്പോൾ തന്നെ ഒരു ഗ്ലോ കിട്ടും. എന്നാലും ഫേസിനൊരു ഹെൽത്തി ലുക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഏതൊരു പ്രൊഡക്റ്റ്, ഇതിപ്പം എണ്ണയാട്ടെ എന്താട്ടെ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ നിങ്ങൾ ഫസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ ബോഡിക്ക് അത് സ്യൂട്ട് ആവുന്നുണ്ടോ, അലർജി റിയാക്ഷൻ ഒന്നും വരുന്നില്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ ബോഡിയിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ നല്ലതിന് ചെയ്യുന്നത് നമുക്ക് ദോഷമായിട്ട് കിട്ടും. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.